ഇന്ന് ഞാനൊരു കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കണം. ഇതിലേക്ക് ഒരു 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് വാടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് ഇഞ്ചിയും 2 പച്ചമുളകും. ഇതൊന്ന് കുറച്ച് വാടിയതിന് ശേഷം ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകം. ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കണം. മസാല നമ്മൾ വേറെ ഇടുന്നുണ്ട്, അതുകൊണ്ട് ഇത്ര ഇട്ടാൽ മതി. ഇനി നമുക്ക് ഒരു തക്കാളിയും 2 സവാളയും കൂടി നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 2 കഷ്ണം പട്ട, ഒരു 2-3 ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം ഇവ ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലുള്ള എണ്ണ ഒന്ന് തെളിഞ്ഞ് കുറച്ച് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല നമുക്കിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറി എത്ര വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉപ്പുണ്ടോ നോക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇനി കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് ലേശം എണ്ണ തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇനി വളരെ ചെറിയ തീയിലിട്ട് കുറച്ചുകൂടി ഒന്ന് എണ്ണ തെളിയിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം കറി ഓഫ് ചെയ്യാം. കടലക്കറി ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇന്ന് ഞാനിത് പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.